നമ്മുടെ ഒ പിയിൽ പല അസുഖത്തിന് വരുന്ന പല രോഗികൾക്കും കോമൺ ആയിട്ട് പറയുന്ന ചില സിംറ്റംസാണ് ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. ചിലർക്കത് നെഞ്ചരിച്ചിലായിരിക്കും, പുളിച്ചുതേട്ടലായിരിക്കും, ദഹനക്കുറവുണ്ടായിരിക്കും, വയറുവേദന ഉണ്ടാവും, മലബന്ധം ഉണ്ടാവും. അങ്ങനെ പലരും ഉദരസംബന്ധമായ രോഗങ്ങളാണ് സ്ട്രെസ് ചെയ്തിട്ട് പറയാറ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്, പ്രത്യേകിച്ച് ഗ്യാസ്ട്രൈറ്റിസ്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഉദരസംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. ഞാൻ ഡോക്ടർ നിമിഷ ബാലൻ, ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. യെസ് ഡോക്ടർ, നമുക്ക് ഒ പിയിൽ ഒരുപാട് പേഷ്യൻസ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ സിംറ്റംസ് പറയാറുണ്ട്. എസ്പെഷ്യലി പുളിച്ചതേട്ടൽ, വയറ് വീർക്കൽ, കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ, അങ്ങനെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിംറ്റംസ് ആണ് ഗ്യാസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുള്ളത്. അപ്പോൾ അവർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ വെറും വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ കണ്ടീഷൻസ് വരിക എന്നുള്ളത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ തന്നെ മറ്റ് മെഡിക്കേഷൻസ് ഓവറായിട്ട് എടുക്കുന്ന പെയിൻ കില്ലേഴ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ ആയിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ തന്നെയാണ് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സിംറ്റംസ് ആയിട്ടായിരിക്കും പേഷ്യൻസ് വരുന്നുണ്ടായിരിക്കുക. പിന്നെ ആയിരിക്കും നമ്മളതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താണ് കാരണങ്ങൾ എന്നുള്ളത് ചോദിക്കുന്ന സമയത്താണ് അവർ ഈ മെഡിസിൻസ് കാര്യങ്ങൾ ഓവറായിട്ട് എടുക്കുന്നുണ്ടായിരിക്കാം. ചിലർക്ക് ആൽക്കഹോൾ ഹാബിറ്റ് ഉണ്ടായിരിക്കാം, സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, അതുപോലെ കോളിലിത്യാസിസ്, പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലിൻ്റെ പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ സിംറ്റംസ്, ഗ്യാസിൻ്റെ സിംറ്റംസ് നമുക്ക് വരാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും കണ്ടുപിടിക്കാറുള്ളത് നമ്മൾ ഫർദർ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആൾക്കാർ ഇതെന്താന്നുള്ളത് കാരണം കണ്ടെത്തിയിട്ടല്ല ചെയ്യാം. അവർ ജസ്റ്റ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആൻറ്റാസിഡുകൾ ഫാർമസിയിൽ പോയിട്ട് വാങ്ങുക, കഴിക്കുക, അല്ലേ? ഡോക്ടർക്ക് എങ്ങനെയാണ് ഒ പിയിൽ എങ്ങനെയൊക്കെയാണ് കേസസ് ഉണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യാറുള്ളത്? അവർ ഇങ്ങനെ കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുക. അതായത് നെഞ്ചരിച്ചിലുണ്ട്, പുളിച്ചുതേട്ടലുണ്ട്, മലബന്ധമായിരിക്കും, ദഹനക്കുറവായിരിക്കും. പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷേ ചിലർ കുത്തിയുള്ള ചുമയായിരിക്കും, അല്ലെങ്കിൽ തൊണ്ടവേദന, അതുപോലെ തന്നെ തൊണ്ടയിൽ എന്ത് ഇരിക്കുന്നത് പോലെയുള്ള തോന്നലുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർക്കറിയില്ല അത് അസിഡിറ്റി കൊണ്ട് ഗ്യാസ് ഇങ്ങനെ നമ്മുടെ GERD പോലുള്ള അസുഖങ്ങൾ കൊണ്ട് ഗ്യാസ് അസിഡിറ്റി കയറി വരുന്നതാണെന്ന് അവർക്ക് അറിയില്ല. അവർ സിംറ്റംസ് പറയുന്നത് കോമൺ ആയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിലും കുത്തിയുള്ള ചുമ, അതുപോലെ തന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ എന്ത് ഇരിക്കുന്നത് പോലുള്ള തോന്നൽ, ഇതൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കേസ് എടുത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് ഈ അസിഡിറ്റി ആയിരിക്കും എന്ന് മനസ്സിലാവുക. അതെ, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഈ തൊണ്ടവേദന പ്രധാന ലക്ഷണം. പലപ്പോഴും പെയിൻ കില്ലേഴ്സ് ആണ് അവർ എടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇത് പലതും ഈ ആസിഡ് നമ്മുടെ വായിലോട്ട് കയറിയിട്ട് അത് ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. നമുക്ക് അറിയാലോ, ഗ്ലോബസ് ഹിസ്റ്ററിക്കസ്, തൊണ്ടയിൽ എന്തോ കെട്ടി നിൽക്കുന്ന ഫീലിംഗ്. പലപ്പോഴും ഈ ടെൻഷനൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക്, ആസിഡ് റിഫ്ലക്സ്, GERD ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഗ്ലോബസ് ഹിസ്റ്ററിക്കസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു മസിൽ ചെറുതായിട്ട് ടൈറ്റ് ആവുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നതിനെയാണ് ഈ കണ്ടീഷൻ പറയുക. അത് ഒരു പക്ഷേ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആസിഡ് റിഫ്ലക്സ് ആയിരിക്കാം. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മൾ വേണ്ടത്. എന്നിട്ട് മെഡിസിൻസ് കാര്യങ്ങളിലോട്ട് പോവാം. അതിനേക്കാളിലുപരി നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും കുറേ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആൻറ്റാസിഡുകളില്ലാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. പലപ്പോഴും ഈ ആൻറ്റാസിഡുകൾ ഓവർ യൂസ് പലപ്പോഴും കിഡ്നി ഡിസീസസിനെ വരെ കാരണമാക്കാറുണ്ട്. മാനേജ്മെൻറ്റുകൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും, അല്ലേ ഡോക്ടർ? എസ്പെഷ്യലി പ്രോബയോട്ടിക്. നമ്മൾ പുളി കുറഞ്ഞ തൈര് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയകൾ വളരാൻ സഹായിക്കും. കുടലിൽ ദഹനം മെച്ചപ്പെടുത്തുന്ന നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാൻ ഈ പ്രോബയോട്ടിക്കുകൾ നന്നായി സഹായിക്കും. പുളി കുറഞ്ഞ തൈര്, പഴങ്കഞ്ഞി, പണ്ടൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത്, എന്നാൽ ഇപ്പോൾ നമ്മുടെ ജനറേഷൻ പഴങ്കഞ്ഞിയിലോട്ടൊക്കെ വരുന്നുണ്ട്. ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി അതിലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗട്ടിൽ നമ്മുടെ ബാക്ടീരിയകളുടെ മാത്രമല്ല, നമ്മുടെ ഗട്ടും അതുപോലെ തന്നെ തലച്ചോറും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് തന്നെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്.
നമ്മുടെ ഗട്ടിന് നമ്മൾ എത്രത്തോളം നല്ല ബാക്ടീരിയകൾ കൊടുക്കുന്നോ, നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറട്ടോണിൻ പോലുള്ള ഹോർമോൺസൊക്കെ നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഗട്ടും തലച്ചോറും തമ്മിലുള്ള ബന്ധം ഉണ്ടെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. അപ്പോൾ അത് തമ്മിൽ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വയറിളക്കം അതുപോലെ മലബന്ധം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥ, കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്കതൊരു ടെൻഷൻ, ഉത്കണ്ഠ, ആങ്സൈറ്റി അതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രോബയോട്ടിക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയസ് ഉണ്ടാവും. അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനും അത് നല്ലതാണ്. പലപ്പോഴും പേഷ്യൻസ് നമ്മൾ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്ന സമയത്ത് മെഡിസിൻ എടുക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഞാൻ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക്. ഈ പുളിച്ച് തേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആസിഡ് മേലേക്ക് കയറുന്നതാണല്ലോ. നമ്മുടെ അന്നനാളവും വയറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. ആ വാൽവ് ഒന്ന് ലൂസാവുക, ഈ ആസിഡ് വന്ന് അടിച്ചിട്ട് വാൽവ് ഒന്ന് ലൂസാവുക. അതുപോലെ തന്നെ നമ്മുടെ അന്നനാളം ഒരു എലാസ്റ്റിക് പോലെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക, മസിൽ വരുന്നുണ്ടായിരിക്കുക, അത് ലൂസാവുക. അതൊക്കെ നമുക്ക് എൻഡോസ്കോപ്പി റിപ്പോർട്ടുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട്. ഇത് ലൂസാവുന്നതിനെ തുടർന്നിട്ടാണ് ഈ ആസിഡ് മേലേക്ക് കയറുക. അപ്പോൾ ഈ ആസിഡ് മേലേക്ക് കയറുന്നത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ തന്നെ പോയി കിടക്കാതിരിക്കുക. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കിടക്കുക. പിന്നെ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലഭാഗം ഒന്ന് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേലോട്ട്, ഹോസ്പിറ്റലിലൊക്കെ കണ്ടല്ലേ ബെഡൊന്നും ഇങ്ങനെ പൊന്തി വെച്ചിട്ടുണ്ടാവുന്ന രീതിയിൽ, ആ രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം അതിന് വെഡ്ജ് പില്ലോസ് എന്നൊക്കെ പറയും. ആ പില്ലോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള പില്ലോ ഉപയോഗിച്ചിട്ട് ഒന്ന് പൊന്തി കിടക്കുക. അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് മാക്സിമം ഇടത് ഭാഗം ചെരിഞ്ഞ് കിടക്കുക. നമ്മുടെ വയറിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഫുഡ് കിടന്ന് അടിഞ്ഞോളും. അപ്പോൾ നമുക്ക് വയറിൽ ഓൾറെഡി ദഹന പ്രവർത്തനം നടക്കുമ്പോഴും ഇത് പോയിട്ട് നമ്മുടെ ആ വാൽവിൽ പോയി അടിക്കില്ല. അടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വയറ് പകുതി ആക്കിയിട്ട് കഴിക്കാൻ നോക്കുക. വയറ് ഫുള്ളാക്കി വയറ് നിറച്ച് ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് രാത്രി നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്നത് അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയാം. പക്ഷെ ഇപ്പോഴുള്ളവർ ഡയറ്റാന്ന് പറഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിക്കും. പക്ഷെ രാത്രി ആകുമ്പോൾ കൺട്രോളൊക്കെ പോയി അതും ഹെവി മീൽസ് ആയിരിക്കും കഴിക്കുക. ഈ മന്തി, അതുപോലെ തന്നെ ഷവർമ, അൽഫാം, അങ്ങനത്തെ. അപ്പം നന്നായി ഫുഡ്, അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കിടക്കും. അപ്പോൾ ഇതുപോലെ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ട്, ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും. മാക്സിമം ഉച്ചയ്ക്ക് ഭക്ഷണം ഹെവി ആക്കാൻ നോക്കുക. ഐ മീൻസ് ഇങ്ങനത്തെ ഹെവി ഫുഡ് ഐറ്റംസ് മാക്സിമം രാത്രി ലൈറ്റ് ഫുഡ് ആക്കുക. എപ്പോഴും ഹാഫ് സ്റ്റമക്ക് കഴിക്കുക. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കുക. 3 സമയത്തുള്ള ഭക്ഷണങ്ങൾ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്പർ ഓഫ് ടൈംസ് കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് ഈ ആസിഡ് റിഫ്ലക്സും അതുപോലെ തന്നെ വയറിൽ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഗ്യാസിൻ്റെ ഇമ്പാക്റ്റും കുറയ്ക്കാൻ സഹായിക്കും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ഈ മന്തി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവരുടെ അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അതെ, അവരുടെ വിചാരം അത് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഒന്നെങ്കിൽ സോഡ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ 7up, മറ്റേ മിറണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളതാണ് ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും. ഈ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ എസ്പെഷ്യലി ബുദ്ധിമുട്ട് കൂടുക ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ എന്ന് പറഞ്ഞിട്ട് പുറന്തള്ളുന്നത് വെറും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്. അതല്ലാതെ അവിടെ ഒരു പ്രത്യേകിച്ചൊരു ദഹനോ കാര്യങ്ങളോ നടക്കുന്നില്ല. നിങ്ങൾക്ക് കഴിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൈപ്പർ ആസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചിക്കനൊക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ നാരങ്ങ യൂസ് ചെയ്യുന്നത് ഡൈജഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചിട്ട് കഴിക്കുക. ഹൈപ്പോ ആസിഡിറ്റി, അതായത് pH ലെവൽ കുറവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളെ വയറിലുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നാരങ്ങ, മുസമ്പി ഇത്തരത്തിലുള്ള പുളിയുള്ള സാധനങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിക്കുക. എന്നാൽ തന്നെയും ഈ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സാലഡ്സിലൊക്കെ ഒന്ന് നാരങ്ങ യൂസ് ചെയ്യുന്നത് ദഹനം കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.
പിന്നെ പലർക്കുള്ള ഡൗട്ടാണ് ഇപ്പോൾ എല്ലാവർക്കുള്ള ഡൗട്ടല്ല ടെൻഷനാണ്. എനിക്കൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് തന്നെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അൾസറായി മാറിയിട്ടുണ്ടോ, ഈ അൾസർ പിന്നീട് ക്യാൻസർ ആവോ, ഇത് അൾസർ ആണോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി. അപ്പോൾ അവർക്ക് നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ മാത്രമാണ്, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതിന് അസോസിയേറ്റ് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല. നെഞ്ചരിച്ചിൽ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് വന്നു പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടാത്ത സമയത്തുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറലി അതൊരു ഗ്യാസ്ട്രൈറ്റിസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് അൾസറായി എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ കയ്യിലൊരു ചെറിയൊരു മുറിവുണ്ട്, അതിലെന്തെങ്കിലും ഒരു മസാല പറ്റി കഴിഞ്ഞാൽ നമുക്ക് എരിച്ചിൽ വരൂലേ, അതേപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എരിച്ചിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വയറ് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ, അത് പലപ്പോഴും അൾസർ പോലുള്ള കണ്ടീഷനിക്ക് നയിച്ചേക്കാം. നമുക്ക് എൻഡോസ്കോപ്പി റിപ്പോർട്ടിലൊക്കെ കാണാറുണ്ട് എരിത്തിമ, അല്ലെങ്കിൽ മൈൽഡ് അൾസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കാണാറുണ്ട്. അത് പലപ്പോഴും അൾസർക്ക് പോവാറുണ്ട്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓക്കാനിക്കാനുണ്ടാകുന്ന ടെൻഡൻസി, അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഛർദി കാര്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും അൾസർക്ക് നയിക്കാറുണ്ട്. അതുപോലെ നമുക്ക് വായിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പുണ്ണ്, വായ്പുണ്ണ്, അതും വിട്ടുമാറാതെ വായ്പുണ്ണൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും അൾസറിന്റെ ഒരു പലരും അതിന് നമ്മൾ ഡോക്ടറെ പോലും കാണാതെ ഫാർമസിയിൽ പോയിട്ട് നമ്മൾ ബി കോംപ്ലക്സിന്റെ ടാബ്ലറ്റ് മേടിച്ച് കഴിക്കുക ചെയ്യുന്നത്. അതിന് കൂടുതൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പലരും ചെയ്യാറില്ല. പക്ഷേ ശരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആസിഡിലുണ്ടാവുന്ന പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷേ പലരും അതൊക്കെ ഇഗ്നോർ ചെയ്യാണ്. പിന്നെ അത് വയറിലോട്ട് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന സിംറ്റം ആണ് നമുക്ക് വയറിലൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഇഗ്നോർ ചെയ്ത് ഇങ്ങനെ അതെ ഓരോരുത്തർ. അപ്പൊ ഇത്തരം പുണ്ണുകൾ വന്നു കഴിഞ്ഞാലും പലപ്പോഴും അത് അൾസറിന്റെ ഒരു വയറ് സിംറ്റമായിട്ട് കാണിച്ചു തരാറുള്ളതാണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ മിക്കവാറും അതൊരു അൾസറിന്റെ ഇനീഷ്യൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ, അതും പലപ്പോഴും അൾസർ ഉണ്ടാക്കാറുണ്ട്. ഈ എച്ച് പൈലോറിന്റെ ഫുഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വായന്റെ ഉള്ളിലുള്ള ഈ ഒരു ശ്ലേഷ്മമായിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ, അതാണ്. ഇതിങ്ങനെ ബാക്ടീരിയ അതിരുന്ന് ഇങ്ങനെ തിന്നാൻ തുടങ്ങും, ആ ഭാഗം ഒരു പാച്ച് ആവും, അതവിടെ പിന്നീട് അൾസർക്ക് മാറും. ഈ എച്ച് പൈലോറിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏകദേശം അതൊരു അൾസർക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ അൾസർ പിന്നീട് നമുക്ക് മാറ്റിയെടുക്കാനാണ് കുറച്ച് മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരിക. അതും പല പേഷ്യൻസും ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോളോ അപ്പിന് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോവില്ല. എച്ച് പൈലോറിൻ്റെ കിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എച്ച് പൈലോറിക്ക് എഗൈനസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കും, അവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തും. പക്ഷേ അവിടെ ആ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് മാത്രമായിരിക്കാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ അൾസറിനുള്ള മെഡിസിൻസ് ചിലപ്പോൾ അതിന് ഫർദർ എടുക്കേണ്ടി വരും. പക്ഷെ അവർ കംപ്ലൈൻറ്റ് വന്ന് പറയാം, ഞാൻ ഇന്ന ഡോക്ടറെ അടുത്ത് പോയി, ഒരുപാട് മരുന്ന് കഴിച്ചു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മെഡിസിൻ എടുത്തു, പക്ഷെ ഒരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയാറുള്ളത്. അത് ആക്ച്വലി ഡോക്ടേഴ്സിൻ്റെ കുറ്റമല്ല, കറക്റ്റായിട്ടുള്ള അത് കഴിഞ്ഞിട്ട് അടുത്ത മെഡിസിൻ എന്താണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ നമുക്ക് എടുത്തു കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ഡോക്ടേഴ്സ് പറയും. ഒരു 2 ആഴ്ചയൊക്കെ ചിലർ മെഡിസിൻ എടുത്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും, അപ്പോൾ കുറച്ച് മാറ്റം വരും, നിർത്തും. പക്ഷെ അത് ഫോളോ അപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. ഇതും പലപ്പോഴും നമുക്ക് അൾസറിന് കാരണമാക്കാറുണ്ട്. വീണ്ടും അടുത്തൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പിന്നെയും നമ്മൾ ആൻറ്റാസിഡ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് മാത്രമല്ല ഡോക്ടർ, ഇപ്പോൾ ഒരു ഡോക്ടറെ ഒരു അസിഡിറ്റി പ്രശ്നമായിട്ട് കണ്ടു, ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. അത് വീണ്ടും വരുമ്പോൾ ആ ഡോക്ടറെ കാണാതെ തന്നെ സ്വന്തമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ എന്നൊന്നുമില്ല, അത് നമ്മുടെ കുടലിലുള്ള എല്ലാ ബാക്ടീരിയയും നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോഴും നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെയധികം ബുദ്ധിമുട്ടിലാവുക ചെയ്യുന്നത്. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. അത് കൂടാതെ പെട്ടെന്ന് സ്വന്തമായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് ചികിത്സ തുടങ്ങുക. പിന്നെ ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഈ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലിൻ്റെ ഇഷ്യൂസ് ഈ സെയിം സിംറ്റം തന്നെ വരിക. ഓക്കാനിക്കാനുള്ള ടെൻഡൻസി, ചിലർക്ക് ഛർദി, നെഞ്ചരിച്ചിൽ ഇതേപോലെ തന്നെ കാണിക്കുക. അതേപോലെ തന്നെ പാൻക്രിയാസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രിക് ഇഷ്യൂസിൻ്റെ പോലെ തന്നെ ലക്ഷണങ്ങൾ തന്നെ ആയിരിക്കാം. ചിലർക്ക് ഫാറ്റി ലിവർ, പലപ്പോഴും സിംറ്റം ഉണ്ടാവാറില്ല, എന്നാൽ തന്നെയും
ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ഫാറ്റി ലിവർ ഉണ്ടാവുന്ന കണ്ടീഷൻസിലും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മെഡിസിൻസ് എടുക്കുന്നത് വെറുതെ മെഡിസിൻ എടുക്കാതെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പലർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിന് ഞാൻ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും എന്നുള്ളത്. അവർക്കൊരു പേടിയാണ് പലപ്പോഴും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞപ്പോഴാണ് അതും എല്ലാവർക്കും ഡൗട്ട്, എല്ലാവരും എൻഡോസ്കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ടോ, എപ്പോഴാണ് ഞാനത് സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്, ഏതൊരു ഏജിലാണ് എന്നുള്ളത്. നമുക്കൊരു ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കുറേ കാലമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 50+ ഏജ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്നൊക്കെ വളരെ കോമൺ ആയിട്ട് സ്റ്റൊമക് ക്യാൻസർ ഒക്കെ വളരെ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 50 വയസ്സിൻ്റെ മുകളിൽ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഒന്ന് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇതേപോലെ തന്നെ റിപ്പോർട്ടുകൾ പലർക്കും 1-2 ഒന്നല്ല എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കാം. എല്ലാവരും ഒരുപാട് ചെയ്തിട്ട് നമുക്ക് ഫയലോ ആയിട്ടായിരിക്കും OP വരുന്നുണ്ടായിരിക്കുക തന്നെ. അതുപോലെ തന്നെ കൊളനോസ്കോപ്പിക്കും ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും കൊളനോസ്കോപ്പി അവരുടെ ഒരു ഇൻഷുറൻസിന്റെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു 40+ ആയ എല്ലാവരും കൊളനോസ്കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഇതില്ല. എന്നാലും ഒരു ഫാമിലി ഹിസ്റ്ററി, ഒരു ക്യാൻസറിന്റെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ നമ്മുടെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കൊളനോസ്കോപ്പി ചെയ്ത് നോക്കേണ്ടതാണ്. അത് പക്ഷേ പലർക്കും പേടിയാണ് ശരിക്കും. ഈ എൻഡോസ്കോപ്പി പറഞ്ഞ പോലെ തന്നെ പേടിയുള്ളൊരു കാര്യമാണ് കൊളനോസ്കോപ്പി എന്നുള്ളത്. അപ്പം നമുക്ക് ചെറിയ ചെറിയ പോളിപ്പുകളാണെങ്കിൽ നമുക്ക് ക്യാൻസറിലോട്ട് പോവാതെ നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അത് ഫലപ്രദമായിട്ട് ചികിത്സിക്കാം. ഇത് കൂടുതൽ വഷളായി പോകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ പേഷ്യൻറ്റിന് കൂടുതൽ ബുദ്ധിമുട്ടാവേണ്ടി വരിക. അപ്പോൾ ആദ്യമേ ഒരു കൊളനോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുന്ന കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിയിട്ടായിരിക്കും എന്നാൽ അവർ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയൊക്കെ വരേണ്ട അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിസിൻസിനൊക്കെ കാര്യം പറ്റി പറയുമ്പോഴും അല്ലെങ്കിൽ ഓവറായിട്ട് ഭക്ഷണത്തിലുള്ള അതുപോലെ തന്നെയാണ് നമുക്ക് മെൻ്റൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാര്യങ്ങളും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ കൂടുതലാക്കി, പ്രത്യേകിച്ച് ഇറിറ്റബിൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, IBS ഒക്കെ പോലുള്ള കണ്ടീഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അതായത് സ്ട്രെസ്സും ഇന്ന് വളരെ കോമൺ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്കൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ കോമൺ ആണ്. ഒരു 20 years ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ, ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ട്, എന്നാൽ തന്നെയും ഈ ഇറിറ്റബിൾ ബൗൾ ഡിസീസ് വളരെ കോമൺ ആയിട്ടുള്ള അത് പിന്നീട് ട്രീറ്റ് ചെയ്യാതെയാണ് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ പോലെയുള്ള നമ്മുടെ വൻകുടലിൻ്റെ ഉള്ളില് മുറിവുകൾ കാര്യങ്ങൾ ഉണ്ടാവുന്ന കണ്ടീഷനിലേക്ക് വരെ പോകുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റും ഈ വയറ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഹോബീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഫിസിക്കൽ എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. യോഗ, മെഡിറ്റേഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മുടെ ഉറക്കത്തിനും ഈ യോഗ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹാപ്പി ആയിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കും ഈ വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മൈൻഡും നമ്മുടെ ഗട്ടും ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇതും പലപ്പോഴും നമുക്കുള്ള വയറിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നമ്മുടെ വയറിൻ്റെ ചലനത്തിനൊക്കെ ബാധിക്കുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് പലപ്പോഴും പലർക്ക് എസ്പെഷ്യലി സ്കൂൾ കുട്ടികൾക്ക് വരെ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തേക്ക് ടോയ്ലറ്റ് പോകാൻ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുന്നതിൻ്റെയൊക്കെ മുന്നേ ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഒക്കെ ഇന്ന് വളരെ കോമൺ ആണ്. ഇതിനെയാണ് നമ്മൾ ഇറിറ്റബിൾ ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ബൗൾ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മുടെ വയറിൻ്റെ ചലനത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ചിലർക്ക് അത് കോൺസ്റ്റിപ്പേഷനായിട്ട് കാണിക്കാറുണ്ട്. അതായത് ഈ ചലനം കുറയുക, വൻകുടലിൻ്റെ ഒക്കെ ചലനം കുറഞ്ഞിട്ട് അത് കോൺസ്റ്റിപ്പേഷനായിട്ട് ബാധിക്കാറുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ചലനം കൂടുകയാണ് ചെയ്യുക. അത് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി അത് കൂട്ടുകയും അത് പലരുടെയും ലൈഫ് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഒന്ന് പുറത്തിറങ്ങാം, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരെ പേടിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ട്. അത് കാരണം കൊണ്ട് റീസെന്റ് ആയിട്ട് ഒരു 10-25 വയസ്സുള്ള ഒരു പയ്യൻ OP വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ജോലിക്ക് പോവാൻ ബുദ്ധിമുട്ടായിട്ട് വീട്ടിലിരിക്കേണ്ട സാഹചര്യം. ഇത് ടെൻഷൻ അടിച്ചിട്ട് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി കൂടുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു എൻട്രൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു അത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യമല്ലേ. എന്നിട്ട് ആ പയ്യന് ഇതേപോലെ തന്നെ ജോലിക്ക് പോകാൻ പറ്റാതെ ഭയങ്കര സങ്കടം. എന്നാൽ അവന് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും വേണം, അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാക്കുകയാണ്. അവിടെ
നമ്മുടെ ഒരു ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന നമ്മുടെ ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ ഡെയിലി റുട്ടീനെ തന്നെ അത് മോശമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും സ്ട്രെസ് മാനേജ്മെൻറ്റും വയറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വെള്ളം കൂടി. ഇന്ന് പലർക്കും ദാഹം വളരെ കുറവായിട്ടുള്ള ആൾക്കാരാണ്. ആവശ്യം ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കും, അതോടുകൂടെ തീർന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ വയറിന് അല്ലെങ്കിൽ അതിൻ്റെ ദഹനങ്ങൾ കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒരു 2 to 2.5 ലിറ്റേഴ്സ് വരെ വെള്ളം ഡെയിലി കുടിക്കണം എന്നുള്ളതാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഈ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. എന്ന് വിചാരിച്ചിട്ട് അത് ടെൻഷൻ അടിച്ച് വരുന്നു വേണ്ട. പലരും ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പേഷ്യൻസ് മെസ്സേജ് ചെയ്യാറുണ്ട്, എനിക്ക് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ഇത് മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ വരെ ചോദിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ജസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ തന്നെ ചെയ്താൽ അത് ക്ലിയറായി കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ അനാവശ്യമായിട്ട് നമ്മൾ വിളിച്ചു വരുത്തുന്ന ആൾക്കാരാണ് ഈ പുകവലി, മദ്യപാനം, നമ്മുടെ ശീലങ്ങൾ. അതെ, അതും മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പുകവലി അതേപോലെയുള്ള ആൾക്കാർക്ക് ഉള്ള ഡൗട്ടാണ് എങ്ങനെ വയറിൻ്റെ ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ളത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കുഴൽ കണക്ഷൻ വരുന്നത് ഒരേ പൈപ്പാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പാർഷ്യൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ എയർ ഈ പുക നമ്മുടെ വയറിക്കും പോകുന്നുണ്ട്. അത് വളരെ ഒരു കാർസിനോജനിക് പ്രോപ്പർട്ടി ഉള്ളതാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പിന്നീട് ക്യാൻസർ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഹാബിറ്റിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ. മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജനറലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓവറായിട്ട് മെഡിസിൻസ് എടുക്കാതെ നമുക്ക് ഈ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മരുന്നുകൾ എടുത്താൽ മതി. അതല്ലാത്ത പക്ഷം നമുക്കിത് മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ ഒരുവിധം ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ലാതാക്കാൻ തന്നെ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഞാൻ ഡോക്ടർ നിമിഷ ബാലൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.